കർത്താവ് നിയോഗിക്കപ്പെട്ട രീതിയിൽ ഇന്ന് പകലത്തെ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവിന്റെ അഭിഷിക്ത ബ്ലെസ്സി ടോണി സിസ്റ്ററിനെ ക്ഷണിക്കുന്നു. വെൽക്കം. ദൈവനാഥനാഥനത്തോട് സ്തോത്രം ചെയ്യുന്നു. ഈ പാൽക്കാലം നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം എനിക്ക് സഹായിച്ച ഭാഗ്യത്തെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. ആക്ച്വലി ഇന്നലെ പാസ്റ്റർ വിളിച്ചപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് എൻ്റെ പ്രൊസീജിയറിൻ്റെ കാര്യങ്ങൾ അറിയാനും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയാനാണ് വിളിച്ചത് ഞാൻ ഓർത്തു. പക്ഷേ ഇങ്ങനെ പ്രസംഗിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ അങ്ങ് ടെൻഷനായി. ദൈവമേ എന്ത് പ്രസംഗിക്കും? പാസ്റ്റർ വെച്ചിട്ട് പോയിട്ടും ഞാൻ എൻ്റെ ഡയറിയൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കി. ദൈവമേ എന്ത് ഞാൻ ഈ ദൈവജനത്തോട് സംസാരിക്കും? ഉപവാസ പ്രാർത്ഥനയാണല്ലോ, എന്ത് സംസാരിക്കുന്നത്? അങ്ങനെ ഞാൻ ഒത്തിരി ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ദൈവം എനിക്കൊരു വചനം തന്നു. അതിനെ ആസ്പദമാക്കി നിങ്ങളോട് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന ദേവദാസനും കുടുംബത്തിനും ദൈവമക്കൾക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ്. എന്തെങ്കിലും കുറവുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കുശവന്റെ കയ്യിൽ കാളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. കുശവന്റെ കയ്യിൽ കാളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. മെനഞ്ഞിടണമേ വാർത്തെടുക്കണേ ദിവ്യഹിതം പോലെ ഏഴയാമെന്നെ. മെനഞ്ഞിടണമേ വാർത്തെടുക്കണേ ദിവ്യഹിതം പോലെ ഏഴയാമെന്നെ. നമുക്കൊരു വാക്യം വായിക്കാം. 2 തീമോഥെയോസ് 2:20-21. ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കാമോ? 2 തീമോഥെയോസ് 2:20-21. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെളിപ്പെടുത്തവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലക്കായി ഒരുക്കിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. ചിലത് മാനപാത്രത്തിനും ചിലത് ഹീനപാത്രത്തിനും ഉപയോഗിക്കുന്നു. ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വചനം എന്ന് പറയുന്നത് തിരുവചനത്തിലെ പാത്രങ്ങളാണ്. ദൈവാത്മാവിനോട് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിവിധ തരത്തിലുള്ള പാത്രങ്ങളുണ്ട്. പാത്രവും മെനയുന്ന കുശവനും എന്ന് പറയുമ്പോൾ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായത്തിലും റോമർ 9-ാം അധ്യായത്തിലും ഈ 2 അധ്യായത്തിലും ഉപമകളിലൂടെയാണ് യിരെമ്യാ പ്രവാചകനും പൗലോസ് ശ്ലീഹായുടെ ദൈവ മക്കളോട് കർത്താവ് കുശവനാണെന്നും ദൈവമക്കൾ പാത്രവുമാണെന്നും വിവിധ രീതിയിൽ പ്രവാചകൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് സംഖ്യാപുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 6-8 ഒന്ന് വായിക്കാം. ആർക്കെങ്കിലും വായിക്കാവോ? സംഖ്യാപുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 6-8. പിന്നെ അവൻ അരുളി ചെയ്തത്, എൻ്റെ വചനങ്ങളെ കേൾപ്പീൻ. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ യഹോവയായ ഞാൻ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തിയിരിക്കുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും. എൻ്റെ ദാസനായ മോശയോ അങ്ങനെയല്ല. അവൻ തൻ്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തൻ. അവനോട് അരുളി ചെയ്തത് മറളപൊരുളായിട്ടല്ല, അഭിമുഖമായിട്ടും സ്പഷ്ടമായിട്ടും അത്രേ. അവൻ യഹോവയുടെ രൂപം കാണുകയും ചെയ്യും. അങ്ങനെയിരിക്കെ നിങ്ങൾ എൻ്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി സംസാരിക്കാൻ ശങ്കിക്കാത്തത് എന്ത്? ഇതിനകത്തിൽ ദർശനവും പൊരുളും മറച്ച് മറ്റൊരു ഭാവവും ഉപമിച്ച് പ്രവാചകനോട് ദൈവം സംസാരിക്കുന്നു. നമ്മളൊരു കളിമണ്ണാണെന്നാണ് കുശവൻ പറയുന്നത്. ആ ഒരു കാലത്തിൽ പിന്മാറ്റത്തിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു വന്നത്. ബാവാൽ പ്രവാസത്തിലേക്ക് പോകേണ്ട കാലം അടുത്തു വരികയാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായത്തിൽ ദൈവം അതൊന്ന് എടുക്കാമോ? യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായത്തിലെ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായത്, യിരെമ്യാവേ നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിൽ പോക, നീ പ്രവാചകനാണ്, പക്ഷെ നീ സംസാരിക്കണ്ട, അടങ്ങിയിരിക്കട്ടെ നിന്റെ വായെ.
കുശവന്റെ വായും നീ കേൾക്കണ്ട. അവിടെ വായുടെ ബിസിനസ് അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം കുശവനായിട്ടുണ്ട്, പക്ഷെ കുശവന്റെ വായിലെ വാക്കുകളും കേൾക്കരുത് നീ. ദൂത് നിങ്ങളോട് രണ്ടുപേരോടും അതരങ്ങളാലല്ല വെളിപ്പെടുത്തുന്നത്. എന്നാൽ കുശവന്റെ ദൂത് കുശവന്റെ പ്രവർത്തികളാലാണ് വെളിപ്പെടുന്നത്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളെപ്പോഴും വിചാരിക്കും, നമ്മളെപ്പോഴും പ്രവാചകന്മാരുടെ വായിൽ നിന്ന് ആ ദൂത് കേൾക്കുന്നത്. പക്ഷെ ഇവിടെ കർത്താവ് അരുളി ചെയ്യുന്നത് കുശവന്റെ യിരെമ്യാ അതിന്റെ വായിൽ നിന്നല്ല ദൂത് കേൾക്കുന്നത്, കുശവന്റെ പ്രവൃത്തിയിൽ കൂടെയാണ് നമ്മൾ ദൂത് കേൾക്കുന്നത്. ചില സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടല്ലോ, ദൈവം നമ്മുടെ വായ അടയ്ക്കും. അതുകൊണ്ട് ആ വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിയാൻ. ചില കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ, ചില സഭകളിലെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ദൈവം നമ്മളെ മറച്ചിരുത്തിരിക്കും. കാരണം നമ്മുടെ അതരം നമ്മൾ തുറക്കണ്ട, അത് പ്രവൃത്തിയിൽ കൂടെ മനസ്സിലാകാൻ വേണ്ടി ദൈവം നമ്മൾക്ക് അത് മനസ്സിലാക്കി തരും. കർത്താവ് പഠിപ്പിച്ചതിൽ കൂടുതലും ഉണ്ടല്ലോ, സ്നേഹത്തെക്കുറിച്ചാ കർത്താവ് കൂടുതലും പഠിപ്പിച്ചത്. അപ്പോസ്തലനായ പത്രോസിനോടും, പത്രോസെ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് 3 വട്ടം ചോദിച്ചു. പക്ഷേ പത്രോസ് പഠിച്ചോ എന്നറിയത്തില്ല. പക്ഷെ പത്രോസിന്റെ കൂടെ നിന്ന യോഹന്നാൻ പഠിച്ചു. അതുകൊണ്ട് പിന്നെ കൂടെ നിന്നത് കൊണ്ട് യോഹന്നാൻ 3 ലേഖനവും എഴുതാൻ സഹായിച്ചു ദൈവം. അതിൻ്റെ 3 ലേഖനത്തിലും സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് യോഹന്നാനെ ദൈവം സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്ന് വിളിക്കുന്നത്. ചില വ്യക്തികളെ, ചില കുടുംബങ്ങളെ, ചില സഭകളെ കർത്താവ് ചിലത് പഠിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ അവർ പഠിക്കത്തില്ല. നമ്മൾ ചില കാര്യങ്ങൾ ദൈവം നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പഠിക്കത്തില്ല. പക്ഷേ നമ്മൾ പഠിക്കത്തില്ല. പക്ഷെ നമ്മളെ കേട്ട് നിൽക്കുന്നവരും നമ്മളെ നമ്മൾക്ക് കേൾക്കുന്നവരും അവർ പഠിക്കും. നമ്മൾ പക്ഷെ പഠിക്കത്തില്ല. കുശവന്റെ വീട്ടിൽ അവിടെ അവന്റെ കയ്യിലേക്ക് നോക്ക്. കുശവന്റെ കയ്യിൽ മണ്ണ് കിട്ടിയാൽ അവൻ ആ കളിമണ്ണ് കൊണ്ട് അവനൊരു രൂപം ഉണ്ടാക്കും. ഇപ്പം നമ്മൾ ദേവദാസന്മാര് ദൈവമക്കളെ ദേവദാസന്മാർ കാണുമ്പോൾ ഉണ്ടല്ലോ, 2 സുവിശേഷം പറയും. ടീച്ചേഴ്സ് കുട്ടികളെ കാണുമ്പോഴും അവരും അവരെ പഠിപ്പിക്കും. ഇപ്പം ആശാരിക്ക് തടി കിട്ടിയാൽ അത് തന്നെ രൂപപ്പെടുത്തി എടുക്കും അതിൻ്റെതായ രീതിയിൽ. നല്ല തടി കണ്ടാൽ ആശാരി അങ്ങനെ നല്ലവനായ കർത്താവ് നമ്മെ തേടി വന്നു. നമ്മൾ അവനെ തേടിപ്പോയതല്ല, നാം അവനെ തേടി ചെന്നതുമല്ല. അവൻ നമ്മളെ തിരഞ്ഞെടുത്ത്, ആ തിരഞ്ഞെടുപ്പ് അവൻ നമ്മൾ തിരഞ്ഞെടുത്തു എന്ന് വചനം പറയുന്നു. കുശവൻ വന്ന് ആ ഒരു കളിമണ്ണിൻ്റെ ഒരു കളിമണ്ണ് നമ്മുടെ കയ്യിൽ എടുക്കുകയാണെങ്കിൽ അതിൽ കല്ലുണ്ട്, മണ്ണുണ്ട്, ചപ്പുണ്ട്, അതിനകത്തിലെല്ലാം ഉണ്ട്. അതെല്ലാം വേർതിരിച്ചിട്ടാണ് കുശവൻ അതിനെ വിശദീകരിക്കുന്നത്. ആ കളത്തിൽ കൊണ്ടുപോയി ശുദ്ധീകരിക്കും അതിനെ. ആ ലോകത്തിൽ നിന്ന് നമ്മെ വേർതിരിച്ച് സഭയിൽ കൊണ്ടുവന്ന് അവൻ നമ്മളെ ശുദ്ധീകരിച്ച് വിശുദ്ധി പഠിപ്പിക്കുന്നു. നമ്മൾ ചന്തയിലോ കോളേജിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ, യൂണിവേഴ്സിറ്റിയിൽ അല്ലെ, വിശുദ്ധി നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. ശുദ്ധീകരണം കിട്ടത്തില്ല. ശുദ്ധീകരണം കിട്ടുന്നത് നമ്മുടെ സഭയിലാണ്. നമ്മുടെ ശുദ്ധീകരണം ആത്മീയ വളർച്ച സഭയിലാണ് നമുക്ക് ലഭിക്കുന്നത്. ആ കളിമണ്ണ് കളത്തിലിട്ട് ആ മണ്ണിലിട്ടിരിക്കുന്ന കല്ല്, മുള്ള്, കരിയില എല്ലാം അത് പെറുക്കി കളഞ്ഞ് കഴിഞ്ഞ നാളുകളേക്കാൾ നമുക്കൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ദൈവം വരുത്തിയിട്ടുണ്ട്. നമ്മൾ ഇമ്പ്രൂവ്മെൻ്റ് ആയി എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും എല്ലാം ഒരു മാറ്റം നമുക്ക് ദൈവം വരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇമ്പ്രൂവ്മെൻ്റ് ആയെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ആ കല്ലിരുന്നാൽ നിനക്കൊരു മാനപാത്രമാകാൻ ഒരിക്കലും സാധിക്കത്തില്ല. അതുകൊണ്ട് മണ്ണെ നീ ഒരു പാത്രമാകണമെങ്കിൽ ഈ കല്ല് മാറിയേ പറ്റത്തുള്ളൂ. നമ്മുടെ ഈ നമ്മുടെ ജീവിതത്തിൽ ഈ കല്ല് മാറിയെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല പാത്രമാകാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. നീ ഒരു മാനപാത്രമാകണം. അതാണ് കുശവന്റെ ആഗ്രഹം. നമ്മളെല്ലാവരും ഒരു മാനപാത്രം ദൈവസന്നിധിയിലായി തീരണമെന്നാണ് കുശവൻ ആഗ്രഹിക്കുന്നത്. തളിച്ചു വെച്ചിരിക്കുന്ന മണ്ണ് വെള്ളം ഒഴിച്ച് കുഴച്ച് അത് പുറത്ത് എടുക്കാൻ കഴിയും. നല്ലവണ്ണം കുഴച്ചെടുത്താലേ അത് പുറത്തെടുക്കാൻ പറ്റത്തുള്ളൂ.
അപ്പം ഈ കല്ലിലും മുള്ളിലും എന്ന് വെച്ചാൽ നമ്മൾ ഈ കൂടുതൽ സമയം വാട്സപ്പ്, ടി വി, മൊബൈൽ എല്ലാത്തിൽ നിന്നും മാറി നമ്മളതൊരു കുഴഞ്ഞ് ഒരു പ്രാപിക്കണമെങ്കിൽ ഇതെല്ലാം വിട്ട് ദൈവസന്നിധിയോട് കൂടെ അടുത്താൽ മാത്രമേ നമ്മളൊരു മാനപാത്രമാകാൻ സാധിക്കത്തുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ ദൈവം യാക്കോബിനെ നോക്കി പറഞ്ഞു, നീ ഇസ്രായേലാകും എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ പ്രഭു യാക്കോബൻ നീ ആരാകുമെന്ന്, നീ ഇസ്രായേൽ ആകുമെന്ന് പറഞ്ഞിട്ടും അത് ആ ഇസ്രായേൽ എന്നുള്ള വാഗ്ദത്തത്തിലേക്ക് കയറാൻ സമയമെടുത്തു ഒത്തിരി. കാരണം എന്താ വെച്ചാൽ ഇസ്രായേൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചാണ് റാഹേൽ. 14 വർഷം അവിടെ കൂടത്തിൽ ജീവിച്ചു. ഏറ്റവും ദൈവത്തെക്കാളും ദൈവീയ പദ്ധതിയെക്കാളും കൂടുതൽ യാക്കോബ് റാഹേലിനെ സ്നേഹിച്ചു. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാമോ? റാഹേൽ മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇസ്രായേൽ എന്നുള്ളൊരു പദവി ദൈവം യാക്കോബിന് കൊടുത്തത്. അതുകൊണ്ട് ഇതുപോലെ എന്തെങ്കിലും പ്രയോറിറ്റി നമ്മുടെ ജീവിതത്തിൽ പിന്നെ റാഹേലിനെ പോലെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് മാറണം. ആ കല്ല് മാറിയെങ്കിൽ മാത്രമേ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. അതുകൊണ്ട് റാഹേൽ എന്ന കല്ല് നമ്മുടെ ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ അത് മാറിയേ പറ്റൂ. നീ കളിമണ്ണല്ല, നീ ഒരു മാനപാത്രമാകണമെങ്കിൽ ആ കല്ല് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകണം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ പാത്രങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. 5 പാത്രങ്ങളെക്കുറിച്ച്, വിവിധ തരത്തിലുള്ള പാത്രങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അതിൽ 5 പാത്രങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ പാത്രം എന്ന് പറഞ്ഞാൽ എംപ്റ്റി വെസൽസ്, വെറും പാത്രങ്ങൾ, ശൂന്യമായ പാത്രം. അതിനാധാരമായി നമുക്കൊരു വാക്യം വായിക്കാം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. അതിന് ഞാൻ, അയ്യോ യഹോവയായ കർത്താവേ, നിങ്ങൾ വാൾ കാണുകയില്ല, നിങ്ങൾക്ക് ക്ഷാമം ഉണ്ടാകുകയില്ല. ഞാൻ ഈ സ്ഥലത്ത് സ്ഥിരമായുള്ള സമാധാനം യെരമ്യാ നിങ്ങൾക്ക്. പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യമാണ് വായിക്കുന്നത്. അല്ല, 3-ാം വാക്യം. അവരുടെ കുലീനന്മാർ അടിയേറെ വെള്ളത്തിന് അയക്കുന്നു. അവർ കുളങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് വെള്ളം കാണാതെ വെറും പാത്രങ്ങളോട് മടങ്ങി വരുന്നു. അവർ ലജ്ജിച്ച് വിഷണരായി തല മൂടുന്നു. ദേശത്ത് മതി. ഇവിടെ നമ്മൾ കാണുന്ന അവരുടെ കുലീനന്മാർ അടിയാരെ വെള്ളത്തിൽ അയക്കുന്നു. അവർ കുളങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് വെള്ളം കാണാതെ വെറും പാത്രങ്ങളായിട്ട് വരുന്നു. അപ്പം നമ്മൾ യജമാനന് വെറും പാത്രം എന്ന് പറഞ്ഞാൽ യജമാനന് ഉപയോഗമില്ലാത്ത ഒരു പാത്രമാണ്. എംപ്റ്റി വെസൽസ് എന്ന് പറയുമ്പോണ്ടല്ലോ, ഒരു ഒന്നുമില്ലാത്തൊരു പാത്രം എന്ന് പറഞ്ഞാൽ ഭയങ്കര സൗണ്ട് ആയിരിക്കും. നമുക്കറിയാം, നമ്മൾ എന്താണ് അമ്മച്ചിമാർക്കൊക്കെ അറിയാം, ഈ കടയിലൊക്കെ പോയി ചട്ടിയും കലവും വാങ്ങിക്കുമ്പോൾ നമ്മൾ കൊട്ടി നോക്കുമ്പം അതിനകത്തിൽ സൗണ്ട് ഉണ്ടോ, അത് പൊട്ടിയതാണോ, അത് നല്ലതാണോ നമ്മൾ നോക്കിയിട്ടേ എടുക്കത്തുള്ളൂ. അത് എംപ്റ്റി വെസൽസിലുണ്ടല്ലോ സൗണ്ട് കൂടുതലാണ്. നമ്മളൊരു നിറഞ്ഞിരിക്കുന്ന പാത്രവും എംപ്റ്റി വെസൽസും കൂടെ, ഈ ശൂന്യമായ പാത്രം കൂടെ വെക്കുമ്പോണ്ടല്ലോ, എപ്പോഴും എംപ്റ്റി വെസൽസ് ഉണ്ടല്ലോ പൊട്ടാനും മറിഞ്ഞു വീഴാനും ചാൻസ് കൂടുതലാണ്. അപ്പം നിറഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 23-ാം സങ്കീർത്തനത്തിനകത്ത് പറയുന്നത്, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. അപ്പം നിറയുന്ന ഒരു അനുഭവം ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. ഒരിക്കലും നമ്മുടെ പാത്രം ശൂന്യമായി പോകാൻ നമ്മൾ ഒരിക്കലും സമ്മതിക്കരുത്. അതാണ് വെറും പാത്രങ്ങളെക്കുറിച്ച് എനിക്ക് സംസാരിക്കാനുള്ളത്. നമ്മളെ തന്നെ നമ്മളൊന്ന് ശോധന ചെയ്ത് നോക്കണം. നമ്മൾ നിറവിൻ്റെ അനുഭവത്തിലാണോ ഇരിക്കുന്നത്, അതോ എംപ്റ്റി ആയിട്ടാണോ ഇരിക്കേണ്ടത്? ദൈവസന്നിധിയിൽ നമ്മൾ എപ്രകാരം ആയിത്തീരണം, എങ്ങനെ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം എന്നെല്ലാം നമ്മൾ ശോധന ചെയ്യേണ്ട ആവശ്യമായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അറപ്പായ പാത്രം എന്നാൽ അശുദ്ധമായത്, ഇംപ്യൂർ വെസൽസ്. അതിനാധാരമായി നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായം 4-ാം വാക്യം വായിക്കാം.
യെശയ്യാ പ്രവാചന പുസ്തകം 65-ാം അധ്യായം 4-ാം വാക്യം. കല്ലറകളിൽ കുത്തിയിരിക്കുകയും ഗുഹകളിൽ രാപാർക്കുകയും പന്നിയിറച്ചി തിന്നുകയും പാത്രങ്ങളിൽ അറപ്പായ ചാറ് നിറയ്ക്കുകയും മാറി നിൽക്ക, ഇങ്ങോട്ട് അടുക്കരുത്, ഞാൻ നിന്നേക്കാൾ ശുദ്ധൻ എന്ന് പറയുകയും ചെയ്യുന്നു. അവൻ അവൻ എൻ്റെ മൂക്കിൽ പുകയും ഇടവിടാതെ കത്തുന്ന തീയുമാകുന്നു. ഇവിടെ നിന്ന് പറഞ്ഞാൽ അറപ്പായ പാത്രം എന്ന് പറഞ്ഞാൽ അശുദ്ധമായത്, ദൈവത്തിന് ഹിതമല്ലാത്ത പാത്രമാകരുത് നമ്മൾ. ഈ ദിവസങ്ങളിൽ നമ്മൾ ശുദ്ധിയുള്ളവരായിരിക്കണം. ദൈവവചനത്തിൽ പറഞ്ഞ ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുന്നില്ല. നമ്മൾ ശുദ്ധിയുള്ള പാത്രങ്ങളായിരിക്കണം. ഹീനമായത് ചെയ്യുന്നതെല്ലാം അറയ്ക്കപ്പെട്ട പാത്രങ്ങളാണ്. നമ്മൾ ദൈവത്തിന് ഹിതമുള്ള കാര്യങ്ങൾ, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ദൈവമേ നിനക്ക് ഹിതമാണോ ഇത് ചെയ്യുന്നത്, നിനക്ക് ഇഷ്ടപ്രകാരമുള്ള കാര്യങ്ങളാണോ, നമ്മൾ ശുദ്ധീകരിക്കണം നമ്മളെ തന്നെ. അത് ദൈവത്തോട് നമ്മൾ ആലോചന ചോദിക്കണം. നമ്മൾ എപ്പോഴും ശുദ്ധിയുള്ള പാത്രങ്ങളായിരിക്കണം. നമ്മൾ ഒരിക്കലും അശുദ്ധമായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നേ ഇല്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ എപ്പോഴും ശുദ്ധിയോടെ, വിശുദ്ധിയോടെ, വേർപാടോടെ നമ്മളായിരിക്കാൻ നമ്മൾ എല്ലാവരെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നു. അതിന് മൂന്നാമത്തെ എൻ്റെ പാത്രം, ഇഷ്ടമില്ലാത്ത പാത്രം, മൂന്നാമത്തെ പാത്രം യൂസ്ലെസ് വെസൽസ്. അതിനാദരമായിട്ട് ഹോശേയ 8:8 വായിക്കാം നമുക്ക്. ഇസ്രായേലിനെ വിഴുങ്ങിപ്പോയി, അവർ ഇപ്പോൾ ജാതികളുടെ ഇടയിൽ ഇഷ്ടമില്ലാത്തൊരു പാത്രം പോലെ ആയിരിക്കുന്നു. ഇസ്രായേൽ ദൈവത്തോട് പാപം ചെയ്തു, ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ദൈവം അവരെ സ്നേഹിച്ചു മടക്കി വരുത്തി, കോപപാത്രമായിരുന്നവരെ കരുണാപാത്രമാക്കി. ഈ ദിവസങ്ങളിൽ നമ്മളുണ്ടല്ലോ കരുണാപാത്രമാകണം. മറ്റുള്ളവരോട് നമ്മൾ ദയയോട് പെരുമാറണം. മറ്റുള്ളവർക്ക് നമ്മൾ മറ്റുള്ളവർക്ക് നമ്മൾ ഇപ്പം ദൈവവചനത്തിൽ പറയുന്നുണ്ട്, ഒരു കരണത്തടിച്ചാൽ ഒരു കരണം കാണിച്ചു കൊടുക്കണമെന്ന്. പക്ഷെ നമ്മൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? നമ്മൾ മറ്റുള്ളവരോട് കരുണയുള്ളവരായിരിക്കണം. നമ്മളെ തന്നെ മാതൃകയാക്കി നമ്മൾ ജീവിക്കണം. നമ്മളെ കണ്ടിട്ട് വേണം മറ്റുള്ളവർ ഇവരെ കാണുന്നവര് ദൈവമക്കളാ, ഇവര് കരുണയുള്ളവരാ, അതുകൊണ്ട് നമ്മളെ മനസ്സിലാക്കണം അവരെ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ കോപപാത്രമായിരിക്കാതെ കരുണാപാത്രമായിരിക്കണം. നാലാമത്തെ പാത്രം എന്ന് പറഞ്ഞാൽ സ്ഥലമാറ്റം വരുത്തിയ പാത്രം, ഡിസ്പ്ലേസ്ഡ് വെസൽ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ 5-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് വായിക്കാമോ? ദാനിയേൽ 5:2. ബെൽഷസ്സർ വീഞ്ഞു കുടിച്ച് 5:2 രസിച്ചിരിക്കുമ്പോൾ തന്റെ അപ്പനായ നെബൂഖദ്നേസർ യെരൂശലേമിലെ മന്ദിരത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നിരുന്ന പൊൻവെള്ളി പാത്രങ്ങളെ രാജാവും മഗത്തുക്കളും അവന്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിക്കേണ്ടതിനായി കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അങ്ങനെ അവർ യെരൂശലേമിലെ ദൈവാലയത്തിന്റെ മന്ദിരത്തിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന പൊൻപാത്രങ്ങളെ കൊണ്ടുവന്നു. രാജാവും മഗത്തുക്കളും അവന്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിച്ചു. അവർ വീഞ്ഞു കുടിച്ചു പൊന്നും വെള്ളിയും താമ്രവും ഇരുമ്പും മരവും കല്ലും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. ദൽക്ഷണം ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പുറപ്പെട്ട് വിളക്കിന്റെ നേരെ രാജധാനിയുടെ ചുവരിന്റെ വെള്ളമേലെഴുതിയ കൈപ്പത്തി മതി. നെബൂഖദ്നേസർ യെരൂശലേമിലെ മന്ദിരത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന പൊൻവെള്ളി പാത്രങ്ങളെ രാജാവും മഹത്തുക്കളും അവന്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ നിന്ന് കുടിച്ച് രസിക്കുകയായിരുന്നു. അതായത് ആലയത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന പാത്രം മദ്യപാനം നടത്തി ഉപയോഗിച്ചു. ദൈവത്തിന് ഹിതമല്ലാത്ത പ്രവർത്തികൾ ചെയ്തു. നമ്മൾ ഒരിക്കലും എപ്പോഴും ഓർക്കണം, നമ്മൾ നല്ല പാത്രങ്ങളായിരിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു കുശവൻ നമ്മളെ പണിതെടുത്തത്, നമ്മളാവുന്ന പാത്രങ്ങൾ നമ്മൾ ആ ദൈവസന്നിധിയോടായിരിക്കുമ്പം എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ചിന്തിക്കണം. ദൈവത്തിന് ഹിതമല്ലാത്ത ദൈവ വഴികളിൽ പോകാനോ ദൈവഹിതമല്ല, അതാണ് ദൈവവചനത്തിൽ പറയുന്നത്, ജാതികളോട് ഇണയില്ല പിണ കൂടരുത്, ദൈവഹിതമല്ലാത്ത കാര്യങ്ങളിൽ പോകരുതെന്നും. അടുത്ത 5-ാമത്തെ പാത്രം എന്ന് പറഞ്ഞാൽ ഉടഞ്ഞ പാത്രം, ബ്രോക്കൺ വെസൽസ്. അതിനാധാരമായി സങ്കീർത്തനം 31-12 അധ്യായം വായിക്കാം. 32:12. മരിച്ചു പോയവനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു, ഞാൻ ഒരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്ന മരിച്ചു പോയവനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു, ഞാൻ ഉടഞ്ഞ
ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നത്. ഈ ബ്രോക്കൺ വെസൽസ് എന്ന് പറഞ്ഞുണ്ടല്ലോ, അതൊരു ബ്ലെസ്സിങ് ആ. ബ്രോക്കൺ വെസൽസ് എന്ന് പറയാം. ദർ ഇസ് എ ഹോപ്പ് ഇൻ ബ്രോക്കൺ വെസൽസ്. അതിന് ഈ ലാസറിന്റെ കല്ലറയ്ക്കൽ യേശു മനം നൊന്ത് കരഞ്ഞു. അത് അവനൊരു ബ്ലെസ്സിങ് ആയിരുന്നു. അതുകൊണ്ട് അവനൊരു പുതിയ ജീവൻ പ്രാപിക്കാൻ സഹായിച്ചു. ഒരു പുതിയ പാത്രമായി മാറി ലാസർ. അപ്പം ഈ ഉടഞ്ഞ പാത്രം എന്ന് പറയുമ്പോൾ ഉടഞ്ഞ പാത്രത്തിന് മുമ്പിൽ ദൈവം ഇറങ്ങി വരും. ദൈവം സമീപസ്ഥനാണ്. ഉടയുമ്പോൾ നന്നായി നമ്മൾ പണിയും. നമുക്കറിയാം, ഒരു ഉടഞ്ഞ പാത്രം അതൊരു മെനഞ്ഞെടുക്കണമെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനെ പിന്നെ കല്ലും മണ്ണും എല്ലാം മാറ്റി അതിൻ്റെ പിന്നെ എല്ലാ കാര്യങ്ങളും മാറ്റി നല്ല മിനുസമുള്ളതാക്കുമ്പോഴല്ലോ, നമ്മൾ തകർക്കപ്പെടുമ്പോൾ, ഉടയപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന ഭയങ്കരമാണ്. അപ്പം ആ ഒരു ഉടയപ്പെടുമ്പോണ്ടല്ലോ, നമുക്ക് പിന്നീട് അതിൻ്റെ ഒരു സന്തോഷം, അതിൻ്റെ ആത്മീയ വളർച്ച, ആത്മീയ സന്തോഷം കിട്ടുന്നത് നമുക്ക് അത് അനുഭവിക്കാൻ കഴിയും. അതിന് ഉടഞ്ഞ പാത്രത്തിന് മുമ്പിൽ ദൈവം തീർച്ചയായിട്ടും ഇറങ്ങി വരും. നമ്മൾ എത്രമാത്രം തകർക്കപ്പെടുന്നോ, എത്രമാത്രം നുറുക്കപ്പെടുന്നോ, എത്രമാത്രം ദൈവസന്നിധിയിൽ തകരുന്നുവോ, അത്രമാത്രം ദൈവം നമ്മളെ ഉയർത്താൻ സഹായിക്കും. കുശവൻ അതേ പിണ്ടത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം, റോമാലേഖനം 9-21 പറയുന്നു, കുശവന് അതേ പിണ്ടത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കാൻ മണ്ണിന്മേൽ അവകാശമില്ലയോ? ദൈവത്തിന് മുമ്പിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടക്കത്തില്ല. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഈ അടുക്കളയിലൊക്കെ കരി പിടിച്ച പാത്രവും ഈ ഷോക്കേസിൽ നല്ല പാത്രങ്ങളുമാണ് നമ്മൾ വെക്കുന്നത്. ഈ കരി പിടിച്ച പാത്രം ഉണ്ടല്ലോ, ഈ ഷോക്കേസിലെ പാത്രത്തെ നോക്കിയിട്ട് പറയും, നീ ഷോക്കേസിൽ നല്ലതായിട്ടിരിക്കുന്നു, ഞാൻ എന്നും ഈ കരി തീ കൊള്ളുക എന്നും. അപ്പം ഈ ഷോക്കേസിലിരിക്കുന്ന പാത്രം എന്താ അത് പറയും, നിനക്കറിയത്തില്ല ഞാൻ ഈ നിറത്തിലും ഈ രൂപഭാവത്തിലും വരാൻ എൻ്റെ കുശവൻ ഈ കളറാക്കി ഒന്ന് കൊണ്ടുവരും. അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ അതിനെ മാറ്റും. അങ്ങനെ എത്രമാത്രം മാറ്റി അതിനെ കളർ പിടിപ്പിച്ച്, അതിനെ മോടി പിടിപ്പിച്ച്, അതിനൊരു രൂപത്തിലാക്കി, അവന് ഇഷ്ടമുള്ള ഒരു രൂപത്തിലാക്കി കൊണ്ടുവരാൻ എത്ര പാടുപെട്ടിട്ടാ എന്ന് അറിയാമോ ഞാൻ ഈ ഷോക്കേസ് ഇരിക്കുന്നത്. അപ്പം അത്രമാത്രം നമ്മൾ നുറുക്കപ്പെട്ടിട്ടാണ് ഒരു നല്ല പാത്രമാകാൻ നമുക്ക് പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ പകൽക്കാലം ഉണ്ടല്ലോ, ചിന്തിക്കണം, ഇതിനകത്തിൽ ഏത് പാത്രമാണ് നമ്മൾ ആകേണ്ടത്. പിന്നെ ബ്രോക്കൺ വെസൽസ് ആണോ, empty വെസൽസ് ആണോ, ഡിസ്പ്ലേസ്ഡ് വെസൽസ് ആണോ, ഏത് വെസലാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം ഈ ദിവസങ്ങൾ. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നുറുങ്ങിയ ഹൃദയം തകർന്ന് നുറുങ്ങിയിരിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥൻ. ആ നുറുക്കമുള്ള ഹൃദയത്തോടും എന്താ പറയാ, ആ ദൈവസന്ധി വരുവാണെന്നുണ്ടല്ലോ. ഇരമ്യാവ് വെള്ളം ഒഴിച്ചാണ് ആ പാത്രം മെനയാൻ തുടങ്ങിയത്. പക്ഷെ കുശവൻ തൻ്റെ രക്തം നമുക്ക് വേണ്ടി ഊറ്റി തന്നിട്ടാണ് ആ പാത്രം നമുക്ക് വേണ്ടി രൂപപ്പെടുത്തിയെടുത്തത്. മനസ്സിലായോ? അതുകൊണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ നിന്ദിക്കപ്പെട്ടും അവഹേളിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടവനായി 3 ആണികൾമേൽ വിവസ്ത്രനായി കിടന്നു വഴിയെ പോകുന്നവർ കണ്ട് ഒരു വ്യസനപാത്രമായി കിടന്നു എന്നെയും നിന്നെയും മാനപാത്രമാക്കുവാൻ. പ്രിയരെ, നമുക്ക് മടങ്ങി വരാം. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വർദ്ധിച്ചു വരാം. ഒരു മാനപാത്രമാകാൻ ദൈവത്തിൻ്റെ സന്നിധി നമുക്കെല്ലാം കഴിയട്ടെ. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഈ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറച്ച് നുറുങ്ങുകയും നമ്മൾ ദൈവസന്നിധിയിൽ താഴുകയും നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുകയും ദൈവത്തോട് കൂടുതൽ അടുക്കുകയും വചനം വായിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ ദൈവം നമ്മളെ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കും. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. എൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടം വന്നു, ഈ പ്രയാസം വന്നു, എനിക്ക് ഈ ബുദ്ധിമുട്ടുകൾ വന്നു, അല്ലെങ്കിൽ എനിക്ക് ഈ കഷ്ടത ദൈവമേ വന്നല്ലോ, അല്ലെ ഈ പ്രയാസം, എനിക്ക് ജോലിയില്ല, ഞാൻ ഈ ഒരു കഷ്ടത്തിൽ കൂടെ ആണല്ലോ കടന്നു പോകുന്നതെന്ന് ഓർക്കുമ്പം നമ്മൾ വിചാരിക്കല്ലേ, ഈ കഷ്ടത്തിനപ്പുറവും ദൈവം ഒരു നല്ല കാലം നമുക്ക് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എവിടെ നുറുങ്ങുന്നുവോ, എവിടെ വേദനിക്കുന്നുവോ, എവിടെ തകരുന്നുവോ, അതോർത്ത് നിങ്ങൾ ഒരിക്കലും ഭാരപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. നമുക്ക് വേണ്ടി ഇന്നും എന്നും അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നുറുങ്ങിയ അവസ്ഥയിലാണെങ്കിലും തകർന്ന അവസ്ഥയിലാണെങ്കിലും പെറുപെറുക്കാതെ ദൈവം ഇത് തന്നത് സന്തോഷത്തോടെ സ്വീകരിച്ച് ആ നല്ല നാളേക്കായി ഒരുങ്ങാൻ നിങ്ങളെല്ലാവരെയും ഞാൻ ആഹ്വാനം ചെയ്യുന്ന സമയം അനുവദിച്ചെന്ന ദേവദാസനും സഭയ്ക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു.
താങ്ക് യു. ഹല്ലേലൂയ. പാഴായിപ്പോയൊരു മൺപാത്രം ഞാൻ, ആത്മാവിനാൽ മെനഞ്ഞിടണേ. ആ കുശവൻ കയ്യിലേകുന്നിതാ, ഒരു മാനപാത്രമായി മാറ്റിയിടണേ. ആ കുശവൻ കയ്യിലേറുന്നിതാ, ഒരു മാനപാത്രമായി മാറ്റിയിടണേ.